എളുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സ്കൂൾ തുറക്കാൻ ഇനി 10 ദിവസം തികച്ചില്ല. അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സാധനം ഉണ്ടാകും. ഒരു A4 ഷീറ്റ് എടുത്താൽ മതി. ഇവിടെ A4 ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ബുക്കിലെ പേജാണ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കുക, അതാകുമ്പോൾ കുറച്ചുകൂടെ രസം ഉണ്ടാകാം. ഇനി സൈഡൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി കൊടുക്കണം. ഇനി ഓരോ പേപ്പറിനെയും നമുക്ക് 4 ആയിട്ട് മടക്കി എടുക്കണം. ഒന്നുതാ ഇങ്ങനെ മടക്കുക, പിന്നെ മറ്റേത് നേരെ ഹാഫ് ആയിട്ട് മടക്കുക. ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി എടുക്കുന്നത്. ഇത്രയും പേപ്പർ മുറിക്കുന്നത് കുറച്ച് ലാഗ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ കാണിച്ചു തരാം. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഫുള്ള് കഴിഞ്ഞു. വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ പേപ്പറും ഒന്ന് റോൾ ചെയ്തെടുക്കും. റോൾ ചെയ്യുക, അറ്റത്ത് കുറച്ച് ഗ്ലൂഡോ ഒട്ടിച്ചു കൊടുക്കുക. റോൾ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയില് കുറച്ച് പേര് ഹായ് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് അങ്ങ് പറയാം. അൽഫീന, വേദ, ഷൻഹ, ഷിയാന, ആദ്യ, മെഹറ, നഷ്വ, ഇഷ, ഷാമിള, എൽഗ, എസ്ര, അന്നാറോസ്, അനന്യ, അമൂല്യ, ശ്രീവിന്യ, അഖില, ബിനു, എല്ലാവർക്കും ഹായ്. കുറച്ച് പേരും കൂടി ഉണ്ട്. അവരുടെ പേരിൽ ഞാനിവിടെ എഴുതി കൊടുക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു എല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെല്ലാം സെയിം ലെങ്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നല്ല എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അതിന്റെ വേസ്റ്റ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്, പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80% പണിയും കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫുൾ പേപ്പർ അങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസ് സെറ്റ് ആക്കാനാണ്. ഇതിനകത്ത് ഇനി ഏറ്റവും ടാസ്ക് പിടിച്ച പണിയാണ് അതൊന്നും മുറിച്ചെടുക്കല്. നമ്മൾ റോൾ ചെയ്തെടുത്തോണ്ട് തന്നെ ഇതിന് അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ, അപ്പൊ മുറിച്ചെടുക്കാൻ കുറച്ച് പണി. കത്രിയൊക്കെ പിടിച്ച് അമർത്തുമ്പോൾ എല്ലാരും ഒന്ന് സൂക്ഷിക്കാം. ഫെവിക്കോള് കയ്യിലില്ല, അതുകൊണ്ട് ഇപ്പൊ ഫെവി സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ. എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് രണ്ടെണ്ണം വെച്ച് സെപ്പറേറ്റ് ഒട്ടിക്കാൻ പോവാം. രണ്ട് സെറ്റ് ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് അത് എന്തായാലും കുറച്ച് ഒട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുത്ത് ഒട്ടിക്കാൻ നോക്കിയത്. പക്ഷെ അത്ര കട്ടി പോരാൻ തോന്നിയുണ്ട് ഞാനൊരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഇനി ഇന്നത്തേക്ക് ഇതൊക്കെ മതി, ഇനി ബാക്കിയൊക്കെ നാളെ ചെയ്യാന്ന് പറഞ്ഞ എല്ലാം കൂടെ പെറുക്കി വെക്കുമായിരുന്നു. അപ്പൊ അതിഥി വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ വല്ലാത്തൊരു തരം. അതുകൊണ്ട് പിന്നെ നമ്മൾ ബാക്കിയും കൂടെ ചെയ്യാൻ പോകും. നേരത്തെ നമ്മൾ ഒരു പേപ്പർ മൊത്തത്തിൽ ചുരുട്ടിയിട്ട് അത് മുറിച്ചെടുത്ത് ബേസ് ആക്കിയില്ലേ, അതിന് മൊത്തത്തില് 11 പീസ് ആവശ്യം വന്നിട്ടുണ്ട്. അതായത് 4 പേപ്പറാണ് എനിക്ക് ആവശ്യം വന്നത്. പിന്നെ സൈഡിൽ വെക്കുന്ന കുഞ്ഞു റോളില്ലേ, അതിന് മൊത്തത്തിൽ 52 പീസ് ആവശ്യം വന്നിട്ടുണ്ട്. 52 ശരിക്കും വലിയ നമ്പർ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അത്രയൊന്നും ഇല്ല. ഇപ്പൊ എണ്ണി നോക്കിയപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഇത്ര ഉണ്ടായിരുന്നോ. 52 പീസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 13 പേപ്പറാണ് ആവശ്യം വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫെവിക്കോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഫെവി സ്റ്റിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഗ്ലൂ ഇട്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇളകി കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മേലെ വെയിറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ സാധനം ഒട്ടിക്കുന്നത്. അങ്ങനെ ലാസ്റ്റത്തെ പീസ് വെച്ച് കഴിഞ്ഞാൽ സാധനം ഓൾമോസ്റ്റ് സെറ്റായി. രാത്രി ഇത്ര ചെയ്തുള്ളൂ. രാവിലെ എണീറ്റ് പിന്നെയും കുറച്ചുകൂടെ റോൾ ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടെ ഒട്ടിച്ചു. അതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ 52 11 ഒക്കെ. എല്ലാം കഴിഞ്ഞപ്പോൾ റൂമിന്റെ അവസ്ഥ അതാ ഇങ്ങനെയാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയറും കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.